വിശദീകരിക്കുന്നതിൽ പരാജയപ്പെടുമെന്ന് അതൊരു സത്യമാണ്. അതിൻ്റെ പ്രധാന കാരണം നമുക്കതിനെക്കുറിച്ച് അറിവില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ നാടൻ ഭാഷയിൽ പറയുക പഴയതെല്ലാം മറന്നു. നമ്മളിപ്പോൾ പറയുന്നത് 2017 വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, 2019 വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രണ്ട് വിധിക്ക് ശേഷമുണ്ടായ ഇന്ന് നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളും അവയിൽ വരുന്ന തിരിവുകളും മറുപടികളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഒട്ടും ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിധി മുമ്പ് നമുക്ക് കോടതിയിൽ 1995 വിധി. അതിനു മുമ്പ് ആ വിധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ 1975 75 രണ്ടാം സമുദായ കേസിലേക്ക് നീങ്ങിയതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ 1995 വിധിയിലെ ചില ഭാഗങ്ങൾക്ക് ഇല്ലായിരുന്നു. ആ വ്യക്തതയില്ലാത്ത ഭാഗങ്ങൾക്ക് ചെയ്യുന്നതിന് മുമ്പ് മെത്രാന്മാരെ വാഴിക്കാൻ നമ്മുടെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത മെത്രാന്മാരെ വാഴിക്കുന്നതിന് സ്റ്റേ, വട്ടക്കുന്നേവായ കാതോലിക്ക സ്ഥാനത്തേക്ക് വരുന്നതിന് സ്റ്റേ, അസോസിയേഷൻ കൂടുന്നതിന് സ്റ്റേ, ഇതൊക്കെ കേരളത്തിലെ കോടതികളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായതുകൊണ്ട് മംഗലാപുരത്തിനപ്പുറം ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊക്കെയാണ് സ്റ്റേ മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കോടതി കയറിയത് ഓർത്തഡോക്സ് സഭമാണ് എല്ലാവരും. ഈ കേസുകളുടെ പ്രളയമായപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഒരു സ്പെഷ്യൽ കോടതി, പള്ളിക്കോടതി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോടതിയിലേക്ക് ഈ കേസുകളെല്ലാം മാറ്റി. ആ കേസിൽ അത് ജില്ലാ കോടതിയാണ്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഇത് കടന്ന് സുപ്രീം കോടതിയിലെത്തിയ വിധിയാണ് 1995 ഉണ്ടായത്. ഈ 1995 ഉള്ള വിധി എന്ന് പറയുന്നതിനകത്ത് കോടതി ഒരു പരാമർശം നടത്തി. ആ വിധിയെക്കുറിച്ച് പലരും വ്യാഖ്യാനിക്കുന്നത് അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള ഒരു വിധിയായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. പൂർണ്ണമായും അവർ പറയാനുള്ളത് മുഴുവൻ പറയാതെ കോടതിക്ക് ബോധ്യമായ കാര്യം പറയുന്നത് എങ്ങനെയെങ്കിലും രണ്ടു കൂട്ടരും ഒന്നിച്ചു പോകുന്നതിൽ പൊക്കോട്ടെ, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് ഈ 95 വിധിയിലെ പല ഭാഗങ്ങളിലും വ്യക്തമാക്കാറുള്ളത് എന്ന് പലരും അതിനെ നിരീക്ഷിക്കുന്നു. ഈ 95 വിധിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇടവക പള്ളികളെ ഇതിൽ കക്ഷിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഇടവക പള്ളികളെ സംബന്ധിച്ച് ഭരണഘടനയെ കുറിച്ചുള്ള കാര്യം ഞങ്ങളിപ്പോൾ പരാമർശിക്കുന്നില്ല. പൊതുസ്വത്തുക്കൾ മലങ്കര മെത്രാപ്പൊലീത്ത പാത്രികേസിന് മുടക്കാൻ അധികാരമുണ്ട്. പാത്രികേസിൻ്റെ അധികാരം ഇന്ന് മലങ്കരയിൽ ഇന്നും മാത്രമുണ്ട്. 1934 ഭരണഘടന സാധുവാണ്. ഈ 34 ഭരണഘടനയെ അനുസരിച്ചും കാതോലിക്കയായി വാഴിച്ചപ്പോൾ പാത്രികേസ് നൽകിയ സ്ഥാപിക്കുമനുസരിച്ചും മലങ്കര സഭയിൽ ഇപ്പോൾ 5-2 പശ്ചാത്തല കാതോലിക്ക സ്ഥാപനവും ഭരണഘടനയും നിലനിൽക്കുന്നത് പാത്രികേസിന് എന്ത് അധികാരമുണ്ട്. ഇതുപോലെയുള്ള പൊതുവായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 95 വിധിയിൽ പ്രധാനമായി പൊങ്ങി വന്നത്. എന്നിട്ട് അതനുസരിച്ച് മുമ്പോട്ടുള്ള നടപടികൾ നടത്താൻ പറഞ്ഞു. അതിനുശേഷം ആണ് ഇന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വന്നത്. അന്ന് ഭരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ദിദിയൻ ബാബായ കാതോലിക്ക എന്ന് മാത്രമേ ആ വിധിയിൽ പരാമർശിച്ചുള്ളൂ. ആ വാക്കിനെ പിടിച്ച് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന ആ ഒരു വാക്ക് ഇല്ലാത്തതിനെ കുറിച്ച് വീണ്ടും തർക്കമുണ്ടായി. കോടതിയിൽ ചെന്നപ്പോൾ മാത്യൂസ് ദിദിയൻ ബാബ പറഞ്ഞു, നമുക്ക് അസോസിയേഷൻ കൂടി ഞാൻ മലങ്കര മെത്രാപ്പൊലീത്ത ആണോ അല്ലയോ എന്ന് ഭൂരിപക്ഷം തീരുമാനിക്കട്ടെ. രണ്ടു കൂട്ടരും ഇത് സമ്മതിച്ചു. അതനുസരിച്ച് സുപ്രീം കോടതി നിരീക്ഷകനായിട്ട് ജസ്റ്റിസ് മാളിമഠിനെ വെച്ചു. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് ഫീസ് 2 കൂട്ടരും അടച്ചു. ഇതിനിടെ കുറേയേറെ ചർച്ചകൾ നടന്നു ഒത്തുപോകാൻ. കോടതി പറഞ്ഞിട്ടുണ്ടോ, കോടതി പറഞ്ഞോ നിങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം. എല്ലാ ചർച്ചകളും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചർച്ചകൾ പൂർത്തിയായി നമ്മളൊക്കെ ഈ ഒരു തലകത്തിന്റെ ഇടപാട് നടത്തുന്നു.
ഈ ആധാരത്തിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി നക്കലെഴുതി തലേദിവസം അന്നും തലേദിവസമൊക്കെ വായിച്ച് എല്ലാവരും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഈ ദേശാഭിമാനം ചെല്ലുമ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ. അന്നേരത്തേന് മുദ്രപത്രത്തിലേക്ക് എഴുതിയ ഫൈനൽ ഡ്രാഫ്റ്റ് ഒപ്പിടുക. ബാക്കി മുഴുവൻ നേരത്തെ എന്ന് പറയുന്നത് പോലെ നക്കൽ എഴുതി ഇരു കൂട്ടരും അംഗീകരിച്ച് രാവിലെ 8:30 വന്നിട്ട് കോട്ടയം നാടക ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒപ്പിടാൻ തയ്യാറായിരുന്ന അവസാന മനുഷ്യ ഏകപക്ഷീയമാണ് വിളിക്കുന്നത് ഒത്തുതീർപ്പ് വ്യവസ്ഥ. അതിനുശേഷമാണ് ഈ പറയുന്ന ഈ പാർലമെന്റിന്റെ നിരീക്ഷണത്തിൽ പരമനസംഘടനയിൽ 2002 മാർച്ച് 29 മലങ്കര അസോസിയേഷൻ കൂടി മൊറാൻമാർ ബസേലിയോസ് മാത്യൂസ് ദ്വിതീയ കാതോലിക്ക മലങ്കര മെത്രാപ്പോലീത്ത ആണോ അല്ലോ എന്ന വിഷയത്തിൽ ബാലത്തിൽ കൂടി തീരുമാനമെടുത്തു. അത് ആ യോഗം ഇവർ ഭീഷണിച്ചിട്ട് പോവുകയാണ്. ഒരു 2002 യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്ന ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി മാറുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സുനോദോസ് സെക്രട്ടറി ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത ഒരു ചോദ്യം ഉന്നയിച്ചു. നമ്മുടെ ഒരു പ്രസ് മീറ്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യമായി വേണ്ടത് അവര് എതിർപക്ഷം സുപ്രീം കോടതി വിധികൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കാമെന്ന് ആദ്യം സമ്മതിക്കും. ഞാൻ അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, ആരാണ് സമ്മതിക്കേണ്ടത്? സമ്മതിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം നിലവിലുണ്ടോ? 2002 വിധി അനുസരിച്ച് സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഭരണഘടന നിലനിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവനയില്ല. പക്ഷെ 2002 മാർച്ച് 21 വരെ ചർച്ച ചെയ്യാൻ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം 95 വിധിയിൽ കോടതി പറയുന്നുണ്ട് ഈ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇരുഭാഗവും അതേ വഴി തുടരണം. എന്നുവെച്ചാൽ അവരുടെ ഒരു അവരുടെ മാനേജ്മെന്റ് അതിന് അന്ന് വരെ ഒരു നിയമപരമായ പരിരക്ഷ ഉണ്ടായിരുന്നു. പാർലമെന്റിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അസോസിയേഷന്റെ ഫലം സുപ്രീം കോടതി അംഗീകരിച്ചതോടുകൂടി അവർക്ക് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ഒരു നിലനിൽപ്പില്ല. ഇന്ന് ആ പക്ഷത്തെ ഒരു പക്ഷേ പ്രതിനിധീകരിക്കാൻ നിയമപരമായ അധികാരമുള്ള ഏക വ്യക്തി പാർട്ടി ഓഫീസ് മാത്രമാണ്, വേറെ ആരുമില്ല. ഇതൊരു പ്രധാനപ്പെട്ട ആരുമായി നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ള ചോദ്യത്തിനും ഇതൊരു മറുപടിയാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ചർച്ച ചെയ്താൽ ആരെങ്കിലും 3-4 പേർ ഒപ്പിട്ടാൽ അതിന് സാധ്യതയുണ്ടോ? എന്നെ പ്രതിനിധീകരിക്കാൻ നിനക്കെന്ത് അവകാശം എന്ന് വേറെ ഒരാൾ ചോദിച്ചാലോ? ഇപ്പൊ ഈ അരിപ്പറമ്പ് സെക്രട്ടറി പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയെ പ്രതിനിധീകരിക്കാൻ ഒന്നുകിൽ പള്ളിപുതിയോട് കൂടി 2 പേരെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ വികാരിയുണ്ട്, കൈകാരനുണ്ട്. അവര് പ്രതിനിധീകരിച്ച് അവർക്ക് അതിനുള്ള നിയമപരമായ റൈറ്റുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും ഈ ഇടവക അച്ഛനുണ്ടല്ലോ, അച്ഛന്മാരുണ്ട്, അവര് ആർക്കും ഈ പള്ളിയെ പ്രതിനിധീകരിക്കാൻ അധികാരമില്ല. നിയമിക്കപ്പെട്ട വികാരികൾ എന്ന് പറഞ്ഞത് നിയമപരമായ ഒരു അസ്തിത്വമുള്ള ആരായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ ഇപ്പൊ നിലവിലുള്ള കേസുകൾ അല്ലെങ്കിൽ അവസാനം 2017 ഈ കൊലഞ്ചേരി പള്ളിയെ സംബന്ധിച്ച് ആ പള്ളിയുടേതായ ഒറ്റയ്ക്കുള്ള കേസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കേസുകൾ എന്തുകൊണ്ടും കൊടുക്കാൻ ഓർത്തഡോക്സ് സഭ നിർബന്ധിതമായി എന്ന് 1995 ജഡ്ജ്മെന്റിൽ ഭൂരിപക്ഷ ജഡ്ജ്മെന്റിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിയമനിഷേധം, നീതി നിഷേധം ഇതൊക്കെ വന്നപ്പോൾ ഇടവ പള്ളികളെ സംബന്ധിച്ച് കേസിന് പോകാൻ ഓർത്തഡോക്സ് സഭ നിർബന്ധിതരായതാണ് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അവർക്കത് പറയുന്നുണ്ട്. അങ്ങനെ പോയ കോലഞ്ചേരി പള്ളിയുടെ കേസ്, കോലഞ്ചേരി പള്ളിക്ക് 34 ഭരണഘടന 1995 വിധിയും ബാധകമല്ല എന്നതിൽ കോലഞ്ചേരി പ്രതികരമായിൽപ്പെട്ട പാത്രക്കേസ് രക്ഷിക്കപ്പെട്ട ഏതാനും പേര് ചേർന്ന് നൽകിയ കേസാണ് 2017 സുപ്രീം കോടതിയിൽ ചെന്ന് വിധിച്ചത്. മലങ്കരയിലെ എല്ലാ പള്ളികൾക്കും 1934 വിധി ബാധകമാണ് എന്ന് വിധിച്ചത്. വീണ്ടും ആ കേസിൽ നെറ്റൂർ പള്ളിയും മറ്റൊരു പള്ളിയും മണത്തൂർ പള്ളിയും കൂടെ അറ്റാച്ച് ചെയ്ത് അത് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ 3 പള്ളിക്ക് ഈ വിധി ബാധക. അത് കഴിഞ്ഞിട്ട് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കല്യാണനിരപ്പ് പള്ളിയുടെ വിധി ഒറ്റയ്ക്കുള്ള കേസിന്റെ വിധി നടത്താൻ കഴിഞ്ഞപ്പോൾ അതിനെതിരെ അവിടെ പ്രതിപക്ഷം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി.
സുപ്രീം കോടതി 2019 ഇതെല്ലാ പലരും വിധി ബാധകമാണ്. ഇത് അന്തിമ വിധിയാണ്. ഈ വിഷയം ഇനി ഇന്ത്യയിലെ ഒരു കോടതിയും എടുക്കും. സമാനമായ രീതിയിൽ മറ്റു പല കോടതിയിലേക്കൊന്നും വന്നിട്ടില്ല. ഈ വിധി തന്നെയാണ് ഇതിനും ബാധകം ഡിറ്റോ അടിച്ച് പോയതാണ് പ്രസക്തമല്ല. എങ്കിൽ പോലും ഇതാണ് കേസുകളുടെ നില. അതായത് മലങ്കര സഭയെ ഇവിടെ പൊതുസ്വത്തുക്കള് പൊതുക്കളുടെ ഭരണം ഇതിലെല്ലാം 1934 ഭരണഘടന ബാധകമാണ് എന്ന് 95 തന്നെ വിധിച്ചിട്ടുണ്ട്. ഇനി അത് ചോദ്യമില്ല. അതിൽ ക്ലിയർ വ്യക്തമല്ലായിരുന്ന ഭാഗമാണ് ഈ 2017 2019 സുപ്രീം കോടതി വിധിച്ചത്. ഇതൊന്നും ഓർത്തഡോക്സ് സഭ കൊടുത്ത കേസുകളല്ല. ഈ അവസാനത്തെ കൊടുത്തത് വഴി കൊടുത്ത് അടിമേടിച്ചതാണ്. ഒരുപക്ഷെ കോലഞ്ചേരി പള്ളിയുടെ വിധി നടത്തി കഴിഞ്ഞ് കന്യാകുമാരി പള്ളിയുടെ വിധി ബാധകമല്ലാതെ പറഞ്ഞ് പോകാതിരുന്നിരുന്നെങ്കിൽ 2019 വിധി ഉണ്ടാകില്ലായിരുന്നു. കോലഞ്ചേരി പള്ളിയിലെ വിധി ഈ ഒരു കേസിന് പോകാതെ നടത്തിയിരുന്നെങ്കിൽ 2017 വിധി ഉണ്ടാകില്ലായിരുന്നു. ഇതൊന്നും ഓർത്തഡോക്സ് സഭയിലെ കേസിന് പോയിരിക്കുന്നു. ഈ പള്ളി പിടിച്ചെടുക്കുക അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആരെങ്കിലും അവനവൻ്റെ വീട്ടിൽ വേറെ അവനവൻ്റെ പറമ്പിൽ വേറെ കയറിയാൽ സ്വന്തം സഹോദരനാണെങ്കിലും എൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ ഞാൻ കരക്കെട്ടുന്ന പറമ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഭരണത്തിലിരിക്കുന്ന വീട്ടിൽ കയറി താമസിച്ചാൽ ഇറക്കിവിടാൻ ശ്രമിക്കുകയോ ഇറക്കിവിടാതിരിക്കാൻ ശ്രമിക്കും. അവനാണ് ആൾ കൂടുതൽ. അവന് 5-6 പിള്ളേരുണ്ട്, എനിക്ക് 2 പിള്ളേരേ ഉള്ളൂ. അതുകൊണ്ട് അവനാ ഭൂരിപക്ഷം, അവൻ ഇന്നോട്ടോ എന്ന് ആരെങ്കിലും വെക്കുമോ? വെക്കാൻ പാടുണ്ടോ? നീ അതിനൊരു കേസ് കോടതി വിധി പിടിച്ചാൽ വിധി നടത്തി കൊടുക്കേണ്ടത് സർക്കാരാണ്. വിധി ജയിച്ചോളാം വിധി നടത്തി കൊടുക്കുന്നത്. മൂന്നാമത് എല്ലാവരും പറയുന്നു അവരെ ശവമടക്കാൻ സമ്മതിക്കുന്നില്ല. ആരടക്കാൻ സമ്മതിക്കുന്നില്ല? അതിനു മുമ്പ് അവരെ പള്ളികളിൽ നിറക്കി വിടുന്നു. ആരെ പള്ളികളിൽ നിറക്കി വിടുന്നു? ആരെയാണ് നിറക്കി വിടുന്നു? ഈ പള്ളിയിൽ ഞാൻ ഈ പള്ളിയുടെ ആൾക്കാരുണ്ട്. ഞാൻ ഈ പള്ളിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്നെ ഇറക്കിവിടാൻ പറ്റുമോ? അല്ല, ഞാൻ കയറി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നില്ല, ചുമ്മാ നിന്നാൽ നിങ്ങൾക്ക് എന്നെ ഇറക്കിവിടാൻ പറ്റുമോ? ഇപ്പൊ ഇടവക്കാരനല്ലാതെ എന്നെ ഇറക്കിവിടാൻ പോലും പറ്റില്ല. പിന്നെ അന്നേരമാണ് ഇടവക്കാരനെ ഇറക്കിവിടാൻ പറ്റുന്നത്. എനിക്കുണ്ടെങ്കിൽ കൂതാശകൾ നിഷേധിക്കാം, കാരണം ഞാൻ ഇവിടെ ഇടവക്കാരനല്ല. പക്ഷേ ഈ ഒരു ഇടവക്കാരന് മറ്റു തടസ്സങ്ങളിൽ നിന്ന് കൂതാശ നിഷേധിക്കാൻ ഇവിടുത്തെ വികാരിക്കോ കൂതാശകൾ നൽകരുതെന്ന് പറയാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കോ മുഴുവനും അറിയാറൊന്നുമില്ല. അതുപോലെ തന്നെയാണ് 1995 വിധിയിൽ കോടതി വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2017, 2019 അതിനെ വ്യാഖ്യാന വിധികളാണ് പറയുന്നുണ്ട്. മലങ്കര സഭയിൽ ഏത് സ്ഥാനം വഹിക്കണമെങ്കിലും 1934 ഭരണഘടനയിൽ അംഗീകരിച്ച് സത്യം ചെയ്യുകയും എഴുതി കൊടുക്കുകയും വേണം. ഈ ഏത് സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വിശാലമായിട്ട് പൊതുയോഗാംഗത്വത്തിനുള്ള സ്ഥാനമായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കും. അതും ഭരണത്തിന്റെ ഭാഗമാണ്. അപ്പം അത് കൊണ്ട് പല പള്ളികളിലും ഇടവേള കൊടുക്കുമ്പോഴും അതിന്റെ ആ ഫോമിന്റെ അടിയിൽ ഈ സത്യവാങ്മൂലം കൂടി എഴുതി ഒപ്പിട്ട് വാങ്ങിയപ്പോഴും യോഗം പുതുക്കുന്നത്. അപ്പൊ ഈ ഞാൻ 34 ഭരണഘടന അംഗീകരിക്കുന്നു, ഞാൻ ഈ പള്ളി ഇടവേളക്കാരാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഏതൊരു മുൻ പാത്രികസുകാരനും അതാത് ഇടവേള പള്ളികളിലെ ഭരണത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും കൊടുക്കാതെ ചുമ്മാതെ അവിടെ കയറി നിന്ന് കുർബാനയ്ക്ക് സംബന്ധിച്ചിട്ട് പോയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഭരണത്തിൽ ഇടപെടാൻ കയറുന്നത് പൊതുയോഗത്തിൽ ഇരിക്കാൻ ഒക്കില്ല, മാനേജ്മെന്റിലേക്ക് മത്സരിക്കാൻ പറ്റുകയില്ല. അതൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിശ്ചിതമായ 1934 ഭരണഘടന അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആരെയാണ് അങ്ങനെ ഇറങ്ങിവിടുന്നത്? ആരെങ്കിലും വരുന്നവരെ സ്വീകരിക്കാതിരിക്കുന്നുണ്ടോ? ഈ വിധി നടത്തി 34 ഭരണഘടന നടപ്പിലാക്കിയ പള്ളികളിൽ എത്രയോ പേര് ഈ പറയുന്ന 2017 ശേഷം ചേർന്നിട്ടുണ്ട്. മുൻപാത്രീസർ അവരെ ആരെയും ഈ ABCD 3-4 തരം അംഗത്വമൊന്നും ഭരണഘടന അനുസരിച്ച് സാധ്യമല്ല. ഒറ്റത്തരം പൗരത്വേ ഉള്ളൂ. ആ പൗരത്വം ആർക്കാ കൊടുക്കാത്തുള്ളൂ? ഈ ശവടക്കുന്നതായിരുന്നു. ആരാ ശവടക്കിയതെന്ന് പറഞ്ഞത്? ഈ ഇടവകയിൽപ്പെട്ട ഒരാളുടെ ശവം അടക്കി കൊടുക്കുകയല്ല എന്ന് പറയാൻ നിങ്ങളുടെ വികാരിക്ക് അധികാരമുള്ളൂ. അല്ലെങ്കിൽ അതിന് ന്യായമായ ഒരു കാരണമാണ്. ഇന്നയാണ് ശവം അടക്കി കൊടുക്കരുതെന്ന് പറയാൻ മാനേജ്മെന്റിന് കാരണമുള്ളൂ, അധികാരമുള്ളൂ ഇല്ല.
ശവടക്കം. പക്ഷേ നിങ്ങളുടെ വികാരി അറിയാതെ, നിയമപ്രകാരം കോട്ടയം ഭദ്രാസനം നിയമിച്ചിരിക്കുന്ന വികാരി അറിയാതെ ഈ പള്ളിയുടെ സെമിത്തേരിയിൽ ഒരു ശവം അടക്കാൻ പറ്റുക, അത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ ഈ പള്ളിയിൽ അംഗമാണ് എങ്കിൽ നിങ്ങളുടെ മൃതദേഹം ഇവിടെ അടക്കി തരും. പക്ഷേ അത് ഈ പള്ളിയുടെ നിയമാനങ്ങൾ പാലിച്ചു ഈ പള്ളിയിലെ വികാരിയുടെ കൺകറൻസോടുകൂടി, അനുവാദത്തോടുകൂടി, സഹകരണത്തിലായിരുന്നു. അതല്ലാതെ ഞങ്ങൾ വരും, ഞങ്ങളുടെ അച്ഛനിൽ നിന്ന് ഒരു അച്ഛൻ വരും, ഞാൻ കടക്കണം. ആരെങ്കിലും സമ്മതിക്കും? ഏതെങ്കിലും സഭ സമ്മതിക്കും? സമ്മതിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ സ്വന്തം സെമിത്തേരികളുള്ള SNDP NSSO സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ കാര്യമില്ല. അതിനും നിയമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു അവകാശം ഉള്ളൂ. ഇനി പത്രീസ് വിഭാഗക്കാരുടെ മൃതദേഹങ്ങൾ നമ്മൾ തടയുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ 40-45 വർഷമായിട്ട് പള്ളിയിൽ പോയിട്ട് സെമിത്തേരികളിൽ പോലും ഓർത്തഡോക്സുകാരുടെ മൃതദേഹങ്ങൾ കയറ്റാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തി എത്ര സംഭവങ്ങൾ, അന്യ വൈദികരുടെ വരെ. വേണ്ടപ്പള്ളി അച്ഛൻ ഞാത്താങ്ക കോരം നിൽപ്പാൻ, ഇത്രയും ബഹുമാന്യനായ ഞാത്താങ്ക കോരം നിൽപ്പാൻ, ഇവരുടെ ഒക്കെ മൃതദേഹത്തെ അപമാനിച്ചില്ലേ? പള്ളി കയറ്റാതിരുന്നിട്ടില്ലേ? വടക്ക് ഈ ഇപ്പോൾ അടുത്ത സമയത്ത് വിധി നടത്തിയ ഒരു പള്ളിയിൽ 70കളുടെ അവസാനം ഒരു വല്യമ്മയുടെ ശവം കൊണ്ടുവന്നിട്ട് പള്ളിയിൽ പോയിട്ട്, പള്ളി കയറ്റിയല്ല, ഓട്ടോറിക്ഷ പള്ളി കയറുന്നില്ല, സെമിത്തേരിയിലേക്ക് പോയി പള്ളി കയറ്റി കൂട്ടിയിട്ടു. ഒരു ഉദാഹരണം, ആ വല്യമ്മ ആരാണെന്ന് മനസ്സിലാകുമ്പോഴേ ഈ അവരുടെ ശവത്തെ അപമാനിച്ചതിന് വില മനസ്സിലാകും. അവരുടെ ഭർത്താവ് കൊടുത്ത സ്ഥലത്ത് അവരുടെ കുടുംബത്തിലെ ഭൂരിപക്ഷം കാശ് കൊണ്ട് ഭൂരിപക്ഷം പണി പൂർത്തിയാക്കിയ പള്ളിയിൽ അവർ ഓർത്തഡോക്സ് സഭയിൽ പോയതുകൊണ്ട് അവരുടെ മൃതദേഹം കയറ്റി. അവസാനം പോലീസ് ഇടപെട്ട്, നാട്ടുകാരിടപെട്ട്, പോലീസ് ഇടപെട്ട് ആണ് ഗേറ്റ് തുറന്ന സ്ത്രീ ശവക്കോട്ടയെ കൊണ്ട് കിടക്കുന്നത്. 2019 നവംബറിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പൗത്രന്റെ പൗത്രൻ, പരിശുദ്ധ പരുമല തിരുമേനിയുടെ തറവാട്ട് വീട്ടിലെ കാരണം, ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഡോക്ടർ ഏലിയാസ് ചാതുർത്തി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം മുളന്തുരുത്തി പള്ളിയുടെ സെമിത്തേരിയിൽ കയറ്റാതിരിക്കാൻ ഗേറ്റ് കൂട്ടിയിട്ടതാണ്. ഈ പറയുന്ന ഓർത്തഡോക്സ് മൂട്ടിന് പരുമലത്തിനുവേണ്ട കുടുംബക്കാരനാണ് ഞാനെന്ന് പറഞ്ഞ് ചിലരുടെ ഇവിടെ കിടക്കുന്നുള്ളത്. ഇത് പരുമലത്തിനുവേണ്ട വീട്ടിൽ തറവാട്ടിൽ ആ തിരുമേനി താമസിച്ച മുറിയിലോ, അല്ലെങ്കിൽ തിരുമേനി താമസിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ തിരുമേനിയുടേതായ മുറിയിലോ, ആ മുറിയിലോ ഒക്കെ ഇന്ന് ഉണ്ട് ഉറങ്ങുകയും ജീവിക്കുന്ന ആ തറവാട്ടിലെ കാരണവരോട് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സമീപനം ഓർത്തഡോക്സുകളുടെ മലപ്രസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മൂന്നാമത്, ഇപ്പോഴ് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വാദമുഖമാണ്. ആദ്യം പറഞ്ഞു കുംഭസാരം നിരോധിക്കണം, പിന്നെ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാരിക്കാൻ എന്നെ വിളിക്കും. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയുന്നത്, സമൂഹത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. കുംഭസാരം നമുക്ക് മാത്രമാണ് ഉദാശയല്ല, റോമൻ കത്തോലിക്ക സഭയ്ക്ക് കുംഭസാരം നമ്മളെക്കാൾ കൂടുതൽ നിയമങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചോളം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുന്നത്, നിർബന്ധിത കുംഭസാരം എന്നൊരു സാധനം മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇല്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഭരണഘടനയിലില്ല. ഒരു കാര്യം ഞാൻ പറയാം, കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 1934 ഭരണഘടനയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ സഭയിൽ സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭരണഘടനയിൽ 7 കൂദാശകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് വിശ്വാസം വേണമെന്ന് പറയുന്നത്, വിശ്വാസം വേണമെന്ന് പറഞ്ഞില്ല. കുംഭസാരം എന്ന കൂദാശയിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ സഭയ്ക്ക് പുറത്തു പോകും. അത് യാതൊരു കൂദാശയിൽ വിശ്വാസമില്ല. പക്ഷെ ഞാൻ മരിക്കുന്നവരെ കുംഭസാരത്തിൽ ഞാൻ സഭയിൽ നിന്ന് പുറത്തു പോകില്ല. എന്നാൽ എനിക്കിവിടെ പൊതുയോട്ടിരിക്കണമല്ലോ, ആനേനെ പറ്റിയോട് മത്സരിക്കണമല്ലോ, ഞാൻ കുംഭസാരം എന്ന കൂദാശ അനുഷ്ഠിച്ചേ പറ്റൂ. അത് സഭകൾക്ക് ഭരണഘടനയിൽ പറയുന്ന നിയമമാണ്. അല്ലെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ അതിന് മുമ്പ് കുംഭസാരത്തിൽ കുർബാന അനുഭവിക്കണമെന്ന് വികാരി പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ
വിവാഹ പ്രവേശിക്കുന്നത് നടത്തണമെന്ന് പറഞ്ഞാൽ നടത്തിയേ പറ്റുള്ളൂ. സഭയുടെ വിശ്വാസമാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. എനിക്ക് പട്ടത്വം എന്ന കൂദാശയിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ സഭയ്ക്ക് പോകുന്നു. പക്ഷെ ഞാൻ പട്ടം എപ്പോഴെന്ന് നിർബന്ധിക്കാൻ ആർക്കും പറ്റുന്നത്. പക്ഷെ എനിക്ക് കുർബാന ചൊല്ലണമെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യവസ്ഥാപിതമായ പട്ടമാണ്. ഇപ്പൊ നമ്മുടെ തിരുമേനിമാർക്കും സന്യാസികളല്ലാതെ അവിവാഹിത പട്ടക്കാർക്കും വിവാഹമെന്ന് കൂദാശയും വിശ്വാസം ഇല്ലെങ്കിൽ അവർ സഭയ്ക്കെതിരാണ്. പക്ഷെ അവർ വിവാഹം കഴിക്കേണ്ട നിർബന്ധമില്ല, പാടുമില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് ഒരു കൂദാശയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ കൂദാശ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ അത് പങ്കെടുക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. മാമോദീസായി കൊണ്ട് മാത്രമേ ഒരാൾ സഭാംഗമാകൂ. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം കുംഭസാരം, നിർബന്ധിത കുംഭസാരം എന്ന് ഒരു സാധനമില്ല. നിങ്ങൾക്ക് പൊതുയോഗത്തിൽ ഇരിക്കണോ, വോട്ട് ചെയ്യണോ, ട്രസ്റ്റി ആകണോ, ആരെങ്കിലും പറ്റി മെമ്പറാകണോ, നിങ്ങൾ കുംഭസാരിക്കണം. ഇപ്പൊ നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ക്ഷീര വ്യവസായ സഹകരണ സംഘങ്ങളിൽ ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കും, ആർക്കും വോട്ട് ചെയ്യാം. ഒരു പശുവിനെ പോലും വളർത്താൻ കൊടുക്കും. നേരത്തെ അവിടെ അതിന്റെ മെമ്പറാകാം, അല്ല ഡയറക്ടറാകാം. ഇടക്കാലത്ത് നിയമം ഭേദഗതി ചെയ്തു. ഒരു വർഷം ഇത്ര ലിറ്റർ പാല് അളക്കുന്നവർക്ക് മാത്രമേ അവിടെ വോട്ടവകാശമുള്ളൂ, മത്സരിക്കാനും പറ്റുള്ളൂ. പക്ഷേ എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പാലടക്കാൻ പല പശുവർക്ക് നിർത്തിയവർ കാണും, ആ കൊല്ലം പശു ഇല്ലാത്തവർ, പാൽ കൊടുക്കാനില്ലാത്തവർ കാണും. അവരുടെ മെമ്പർഷിപ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കുംഭസാരത്തെ കുറിച്ചുള്ള ഈ സഭാഭരണവുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ പള്ളിയിലെ മെമ്പറാണ്, സഭയിലെ മെമ്പറാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഉപയോഗത്തിൽ കയറി അഭിപ്രായം പറയുക കൊണ്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുംഭസാരം ഭാഷ അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. രണ്ട്, ഇവിടെ വികാരിയുടെ അടുത്ത് കുംഭസാരിക്കണമെന്ന് ആരാ നിർബന്ധിക്കുന്നത്? മലങ്കര ഓർത്തഡോക്സ് കത്തോലിക്ക, നമ്മൾ കത്തോലിക്ക സഭയിൽ കുംഭസാരമുണ്ട്. പക്ഷെ കത്തോലിക്കത്തിൻ്റെ അടുത്ത് കുംഭസാരിക്കാൻ നമ്മൾ അംഗീകരിക്കുന്നില്ല. മലങ്കര സഭയിലെ ഏത് വൈദികന്റെ അടുത്ത് നിങ്ങൾക്ക് കുംഭസാരിക്കാം. ആ കുംഭസാരിക്കുമ്പോൾ ഇവിടെ ആ കുംഭസാര ഈ പള്ളിയിലെ വികാരി അംഗീകരിക്കണമെങ്കിൽ ആ പറയുന്ന വൈദികൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണെന്ന് ഈ വികാരിക്കൂടെ ബോധ്യം വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ ആൾക്കാർ അച്ഛനോട് പറയാം, അച്ഛാ എനിക്ക് കുംഭസാരിക്കാൻ, വികാരിയോട് പറയാം, എനിക്ക് കുംഭസാരിക്കാൻ അച്ഛനത് സൗകര്യം ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ പറയാൻ. അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ അടുത്ത കുംഭസാരിക്കും. പക്ഷേ അതിൻ്റെ ഉൾക്കാരനായിട്ട് ഈ പള്ളിയിൽ വരുമ്പോഴും ഈ കുംഭസാരിക്ക് അച്ഛൻ നിയമപ്രകാരം കുംഭസാരിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ അധികാരമുള്ള വ്യക്തിയാണോ? അരിപ്പുറത്ത് സെന്റ് ജോർജ് പള്ളിയുടെ വികാരിക്ക് മാത്രമേ അരിപ്പുറത്ത് സെന്റ് ജോർജ് പള്ളിയുടെ വെള്ളപ്പാടുകൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ പള്ളിയുടെ അല്ലാതെ ഒരു വ്യക്തിപരമായ ഒരു ലംഘനപ്പാടിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിലനിൽക്കാൻ സാധ്യതയുള്ളത്. കാരണം കുംഭസാരം എന്ന കൂദാശ പള്ളിയിൽ വെച്ച് മാത്രം നടത്തുന്നതാണ്. എക്സെപ്റ്റ് മേലാതെ കിടക്കുന്നതല്ല, ശരിയാവുന്നവരായ വല്ല രോഗികളുടെ രോഗി വേറെ ഒരു സ്ഥലത്ത് വെച്ച് കുംഭസാരം നടത്താൻ സഭ അനുവദിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ച് കുംഭസാരം നടത്തുന്ന വേറെ ഇടത്തിലാണെങ്കിൽ പോലും അതിന് സർട്ടിഫിക്കറ്റ് തരാനുള്ള അധികാരം ഈ പള്ളിയുടെ നിയമാനുസൃത വികാരിക്ക് മാത്രമാണ്. അപ്പൊ നിയമാനുസൃത വികാരി അല്ലാത്ത ഒരാളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ സ്വീകരിക്കും? ഈ ഒരു അടിസ്ഥാന പ്രശ്നം മാറ്റി ഈ പറയുന്ന അവരുടെ വൈദികരെ ഒന്നുകിൽ കുംഭസാരം എന്ന് പറയുന്ന കൂദാശയെ കലക്കുക, കലക്കസഭയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും കുംഭസാരത്തിൽ നമ്മൾക്കാണ് പുതിയ അതായത് നിയമം അനുസരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാണ് ഇവർ ഈ കാണിക്കുന്നതിന് മനസ്സിലാക്കുന്നത്. അതിന് നിർബന്ധിത കുംഭസാരം എന്ന അതിന് മനുഷ്യാവചനം കാണുന്ന കുംഭസാരം നിർബന്ധമല്ല ഈ സഭയിൽ. നിങ്ങൾക്ക് മരിക്കണോ, നിങ്ങൾ ഇത്ര ഒരു വർഷം ഇവിടെ ആവണേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വള്ളി ധരിക്കണം, നിങ്ങൾ കുംഭസാരത്തെ പറ്റുള്ളൂ. കൂടി സ്വീകരിച്ചതേ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഈ അനാർക്കി എന്ന് പറയും, ഭരണമില്ലാത്ത അവസ്ഥ, നിയമമില്ലാത്ത അവസ്ഥ, ഇതാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? മൂന്നാമത് ഭൂരിപക്ഷ ന്യൂനപക്ഷ നോക്കി അവിടെ റഫറൻഡം നടത്തി പള്ളികൾ വെച്ചു മാറും. റഫറൻഡം കോടതി പറഞ്ഞിട്ട് നടത്തിയായിരുന്നു 2002 മാർച്ച് 21 പരുവത വെച്ച്.
അതിനുശേഷം കൊടുത്ത നമ്മളല്ല പത്രക്ക് സുരക്ഷ കൊടുത്ത കേസുകളിലാണ് ഇടവക പള്ളികൾ 1934 ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുമെന്ന് പറയുന്നത്. ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടെ എല്ലാ വർഷവും റഫറണ്ടം ഹിതപരിശോധന നടത്തുന്നുണ്ട്. കൈക്കാരനെയും കമ്മിറ്റിക്കാരെയും തിരഞ്ഞെടുക്കാൻ ഈ പാകിസ്ഥാന്റെ എല്ലാ കാലത്തെയും ആവശ്യമായിരുന്നു. 1947 മുതൽ കാശ്മീരിൽ ഹിതപരിശോധന നടത്തണം. എന്തുകൊണ്ട് ഇവര് പറയുന്നത് പോലെ ഐക്യരാഷ്ട്രസഭ വരെ കൊണ്ടുവന്ന ഒരു വാദമായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഹിതപരിശോധനയ്ക്ക് തയ്യാറായില്ല? കാരണം അതിന്റെ ആവശ്യമില്ല. കാലാകാലങ്ങളിൽ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നതോടുകൂടി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അതിന്റെ പുറത്ത് റഫറണ്ടത്തിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് ഇടവകളുടെ കാര്യത്തിലും വരുന്നത്. നിയമാനുസൃതം നിയമിക്കപ്പെട്ട വികാരി നിയമാനുസൃതം 1934 ഭരണഘടന അനുസരിച്ച് വിളിച്ചു കൂട്ടുന്ന പൊതുയോഗത്തിൽ വെച്ച് അർഹരായ അംഗങ്ങളിൽ നിന്ന് ആര് വേണേൽ കൈക്കാരനായിക്കോട്ടെ അംഗീകരിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന്റെ ചട്ടക്കൂടുകളെല്ലാം ശരിയാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് അയോഗ്യതയൊന്നും ഇല്ലെങ്കിൽ ആള് കൈക്കാരനായിട്ടോ അനേകമായിട്ടോ തെരഞ്ഞെടുക്കാൻ അംഗീകരിക്കാതിരിക്കാൻ ഭരണഘടന യാതൊരു കുഴപ്പമില്ല. അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതാണ് ഹിതപരിശോധന എന്ന് പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ മുൻ യാക്കോബായ പക്ഷം അല്ലെങ്കിൽ മുൻ പാത്രക്കീസ് പക്ഷം അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്ന പള്ളികളിൽ നിയമാനുസൃതം നിയമിക്കപ്പെട്ട വികാരിയുടെ അധ്യക്ഷതയിൽ പൊതുയോഗം കൂടി കൈക്കാരനെ തെരഞ്ഞെടുത്തു. പള്ളി ഭരിച്ചു. ആര് വേണ്ടെന്ന് പറയുന്നു? അങ്ങനെ ഭരിക്കപ്പെടുന്ന പള്ളികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴ് ഈ വിധികൾക്ക് ശേഷം നടന്ന സംഭവമാണ്. പക്ഷെ ഈ ഭരണങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഭരിക്കാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റൂ. അല്ലാതെ ആരും പള്ളിയിൽ പിടിച്ചെടുക്കുന്നില്ല. ഈ പള്ളിയിൽ ഇപ്പം ഈ പള്ളിയിൽ എത്ര ഇടവക്കാരുണ്ടെങ്കിൽ അതിനകത്ത് 50 പേരെ ആസ്വദിച്ച് തന്നിട്ടുള്ളെങ്കിൽ ആ 50 പേർക്കും കുടിശ്ശികയില്ലാത്തവരുള്ളെങ്കിൽ ആ 50 പേർക്ക് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യാനും കൈക്കാരനാകാനും പറ്റുള്ളൂ. ഇവിടെ കമ്മിറ്റി 10 പേരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ 11 പേരെ ഇതിന് അർഹതയുണ്ടെങ്കിൽ ആ 11 പേരെ ആയിരിക്കും ഭരിക്കുന്നത്. അതിനിപ്പോ ആരാ കുറ്റക്കാർ? ഞങ്ങൾക്ക് അവിടെ ഭൂരിപക്ഷം വോട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കും ആകാമായിരുന്നു. അല്ല ഇനി വേണമെങ്കിലും ആകാമോ? കുടിശ്ശിക നിൽക്കുന്ന ഉപകാരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും അടുത്ത വേളയിലും ഈ പറഞ്ഞ ഭരണത്തിൽ കയറാമോ? അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഇന്ത്യ എന്ന് പറയുന്നത് ശക്തമായ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യം. ഇവിടെ ഒരു ശക്തമായ നിയമവ്യവസ്ഥയുണ്ട്. ഈ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കോടതികൾ വിധിക്കാതിരിക്കുന്നത്. അത് പോകാതെ തന്നെ അങ്ങേറ്റം വരെ പോയി അതിന് തിരിച്ചും മറിച്ചും ക്യൂറേറ്റീവ് റിവ്യൂ SLP ഇതെല്ലാം കൊടുത്തിട്ടും രക്ഷപ്പെടാതെ വരുന്നു. പുതിയ നിയമം ഉണ്ടാക്കുന്നുണ്ട്. എന്നാ പിന്നെ സുപ്രീം കോടതി എന്നത് ഓരോരുത്തരും സൗകര്യമുള്ള പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പോലെ ഒരു നിയമം ഉണ്ടാക്കിയത് ആ നിയമം ശരിയാണോ അല്ലെങ്കിൽ ഒരു ഇത് ശരിയാണോ എന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ പോലും ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് നോക്കി വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ അത് നിർത്തിയാൽ അധികാരം ഇന്ത്യൻ സുപ്രീം കോടതിക്കുണ്ട്. ഇപ്പോഴും അത് പ്രയോജനപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്ര ബഹുമാനവും അത്ര ശക്തിയും അത്ര സ്ഥാനവും കൊടുത്തിരിക്കുന്ന കോടതി വിധി ഞങ്ങൾക്ക് വേണ്ടി മാറ്റാനായി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സമാന്തര ഭരണം ഇവിടെ നടന്നു. വളയമില്ലാത്ത ചാട്ടം. ഇതല്ലേ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന് രാഷ്ട്രീയക്കാരാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മറ്റ് സഭകൾക്ക് ഇത് ഒരുമിച്ച് നിന്നാലുള്ള ശക്തിയെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതിനെ രണ്ടാക്കി നിർത്തണം, സ്ഥിരമായി രണ്ടാക്കണം എന്നുള്ളത് മറ്റു പല സഭകളുടെ ആവശ്യമാണ്. അത് മോശമാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള വേർതിരിവുകളുണ്ട് രാഷ്ട്രീയക്കാർ. ഒരു പ്രത്യേക പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് എല്ലാവർക്കും വിഭജിച്ച് വരിക്കുക. രണ്ടാമോ മൂന്നോ കഷ്ണമായിട്ട് നിന്നാൽ അവർക്ക് അതനുസരിച്ചുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നത്. അതാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈ സഭാ പ്രശ്നം. ഇതിലെങ്ങനെ നമുക്ക് വീതം വെച്ച് കൊടുക്കാൻ പറ്റും? ഇതിലെങ്ങനെ നമ്മൾ പള്ളി പിടിച്ചെടുത്തു എന്ന് പറയുന്നു? അതാ ഇടവകയിൽ തന്നെ ഉള്ള ആ ഇടവക
ഉത്തരവാദിത്വം തെളിയിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് ഈ ഓരോ ഇടവകയും വിധി നടത്തി കഴിയുമ്പോൾ അത് മുമ്പോട്ടുള്ള ഭരണം നടത്തുന്നത്. കൊലഞ്ചേരി പോയി നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. കൊലഞ്ചേരി പോയി ഇടവക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കൊലഞ്ചേരി കടവറ്റത്ത് പോയി നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. കടവറ്റപ്പള്ളി ഇടവക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ആ പള്ളിയിൽ തന്നെ ഉള്ളവരാണ്. അല്ലാതെ ഇവിടെ ഏത് പള്ളിയിലാണ് 3 വീട്ടുകാരുള്ള പള്ളി നടത്തിയത് എനിക്കറിയത്തില്ല. നടത്തിയ 52 പള്ളികളിൽ 3 വീട്ടുകാർ മാത്രം ഓർത്തഡോക്സുകാരുടെ ഒരു പള്ളിയിൽ. ഭൂരിപക്ഷം പല പള്ളികളിലും പത്രികശാലായിരിക്കും. അത് ഈ 45 വർഷത്തെ ഉരുക്കുമുഷ്ടി ഭരണം കൊണ്ട് അതിനെ ഓർത്തഡോക്സുകാരെ ഇല്ലാതാക്കിയ പള്ളികളിൽ വന്നിട്ടില്ല. നിർബന്ധിതരായ പത്രികശാലായ അഭിനയിക്കാൻ നിർബന്ധിതരായ പല വലിയ കുടുംബങ്ങളെ എനിക്കറിയാം. കാരണം അവിടെ അന്നത്തെ സാഹചര്യം. ഇവിടെ മാറ്റം വരുന്നത് രണ്ട് വ്യക്തികളാണ്. ഒന്ന് വികാരി. 34 ഭരണഘടന അനുസരിച്ച് നിയമിക്കപ്പെട്ട വികാരി അവരുടെ പത്രകേസ് വിഭാഗം നിയമിച്ചിരിക്കുന്ന അവിടെ ആക്കിയിരിക്കുന്ന അച്ഛന് പകരം ചാടുകയും. 2, ആ വികാരിയെ നിയമിക്കാൻ നിയമാനുസൃതം അധികാരമുള്ള ഇടവകമുണ്ടാവും. ഈ 2 വ്യക്തികൾക്ക് ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം മാറ്റം വരുന്നു. വേറെ ഒരാൾക്ക് പോലും മാറ്റം വരുന്നില്ല. നിയമം അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. നിയമത്തിന്റെ അധികാരികൾക്ക് മുമ്പിൽ അവരുടെ ഭരണത്തിന്റെ കീഴിൽ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്നതിന് ഇവിടെ മാത്രമേ ഞാൻ അനുസരിക്കുള്ളൂ എന്നൊരു വ്യവസ്ഥാപിത സമൂഹത്തിൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് കോട്ടയം കളക്ടറോട് താല്പര്യമില്ല, വ്യക്തിപരമായ എന്തെങ്കിലും കാരണം ഉടനെ ഞാൻ പറയാം ഇയാൾ കളക്ടറായിരിക്കുന്നുള്ള കാലം കോട്ടയം ഞാൻ നീതി കൊടുത്തിട്ടില്ല, നീതി കൊടുത്തില്ല. അല്ലെങ്കിൽ സർക്കാരിന്റെ നിയമം അനുസരിച്ചില്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ താഴ്ന്നിട്ട് പോകും, അല്ലെ അതിന്റെ പരിപാടി നോക്കും. അതെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. നമുക്ക് ആ ആളോട് എതിർപ്പുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായ എന്റെ എതിർപ്പിനുള്ള കാരണം ന്യായമാണെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കളക്ടർ ഉള്ള കാലത്ത് ഞങ്ങൾക്ക് കോട്ടയത്ത് നിയമം അനുസരിക്കുകയെന്ന് പറയാൻ ആർക്കും പറ്റും. എനിക്ക് നിയമം അനുസരിക്കാതെ ഒതുങ്ങി ഞങ്ങളുടെ വീടിനുള്ളിൽ കഴിയും. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി അവിടെ എപ്പം ഭരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരു നിയമം അനുസരിക്കുകയെന്ന് പറയാൻ പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ വണ്ടി എടുത്ത് വഴിയിലോട്ട് ഇറങ്ങിയത് വണ്ടിയുടെ നിയമപ്രകാരമുള്ള നടപടികൾ എടുത്തില്ലേ വെഹിക്കിളോ പോലീസ് പിടിക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് അപമര്യാദമായിട്ട് മറ്റു മനുഷ്യരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൽ കേസെടുക്കും. വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു വ്യവസ്ഥാപിത സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതയില്ല. അങ്ങനെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ ആ സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അവകാശപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ലക്ഷ്യം വേണ്ട, ഒരു പൊതുസമൂഹത്തെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരുടെ അവകാശങ്ങൾ നമ്മൾ ഹരിക്കുന്നില്ല, ഒരിടവക്കാരൻ്റെ അവകാശങ്ങൾ ഹരിക്കുന്നില്ല. ഈ 34 ഭരണഘടനയ്ക്ക് ശരിയായിട്ട് വായിച്ചു നോക്കിയിട്ടുള്ള ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷിയിൽ 34 ഭരണഘടനയ്ക്ക് ഭരണത്തിൽ വന്നതിൽ എല്ലാ പള്ളിയുടെ മുതലും ഗുരുവണവും എന്നൊക്കെ ആദായമുണ്ട് അതെല്ലാം കെട്ടിവാരി ദേവലോകത്തിന് കൊണ്ടുപോകുന്നതാണ് ഇവരെ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ പള്ളി ഭരിക്കുന്നവരല്ല എന്നെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവിടുന്ന് ഈ വികാരിയോ ഈ കോട്ടയടവയുടെ മെത്രാപ്പൊലീത്തായോ പൗരസ്ത്രീ ആലോചിക്കാനോ വിചാരിച്ചാൽ ഒരു പൈസ എങ്കിലും ഈ പള്ളിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരു പള്ളിയുടെ പറ്റില്ല, ആർക്കും പറ്റത്തില്ല. അതാ ഇടവക്കാരത്. പിന്നെ കേന്ദ്രം നല്ല ഭരണഘടനയിൽ തന്നെ ഈ പള്ളിപ്പണം എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് 1ാം പ്രയോറിറ്റി, 2ാം പ്രയോറിറ്റി, 3ാം പ്രയോറിറ്റി, 4ാം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പള്ളിയുടെ മെയിൻ്റനൻസ് നടത്തുക, സ്കൂൾ നടത്തുക, അച്ഛൻ്റെ കമ്പിയുടെ ശമ്പളം കൊടുക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുക. അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ഈ പള്ളി ഇതിൻ്റെ സ്ഥാപനോദ്ദേശത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. പിന്നെ കമ്പ്യാറുടെ ശമ്പളം കൊടുക്കില്ല, പള്ളിയുടെ ടൈലിട്ടേക്കാന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ഭരണഘടന അനുസരിച്ച് വിരുദ്ധമാണ്. അതാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അത് സ്ഥാപന ഉദ്ദേശം നടക്കാനുള്ള ചില നിർദ്ദേശ തത്വങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ ഇവിടുന്ന് പൈസ കൊണ്ടുപോകാൻ പറ്റിയാലെന്നുള്ള കാര്യം ഭരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ ഈ സഭയിലെ ആർക്കും അറിയാമല്ലോ. പിന്നെ എന്തിനാ ഈ ഇത് ഭയക്കുന്നത്?
ഈ ഒരു അച്ഛനും അവരുടെ മുകളിൽ മെത്രാനും ആണ് മാറുന്നത്. അച്ഛനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ. ആ വ്യക്തിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ വികാരിയെ മാറ്റി തരണമെന്ന് ഇടവന്ത്ര കുറച്ചുകൂടെ ആവശ്യപ്പെടാം. ന്യായമായ കാരണത്തിനാണ് അദ്ദേഹത്തിന് മാറ്റിയേ പറ്റുള്ളൂ. ഇനി മെത്രാജിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, വിളിക്കണ്ട പള്ളിയിലെ ആവശ്യക്കാരിൽ. അദ്ദേഹം തന്നെ ഇടവന്ത്ര പോലത്തോടെ വികാരിയെ നിയമിക്കുന്ന അദ്ദേഹമായിരിക്കും, ഉദ്യോഗ പരീക്ഷകൾ അംഗീകരിക്കുന്ന അദ്ദേഹമായിരിക്കും. ഞാൻ വിളിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ എവിടെയാണ് തകരാറ്? ആ തകരാറ് നമുക്കെല്ലാം അറിയാം. ഇതുകൊണ്ട് നഷ്ടം വരാൻ പോകുന്നതാണ്, അതും നമുക്കറിയാം. പക്ഷെ ഞാനത് പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ മുമ്പിലുള്ള സദസ്സ് ചെറുതാണെങ്കിലും ഇത് ഈ ഇടവകക്കാരിൽ ഭൂരിപക്ഷവും ഇത് ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾക്കെങ്കിലും നമ്മുടെ ആളുകൾക്ക് ഇത് യാഥാർത്ഥ്യം മനസ്സിലായെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിന് ബഹുമാനപ്പെട്ട ആലക്സത്തിനോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അവതരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അറിയിക്കുന്നു. സമാധാന പ്രക്രിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഡിസ്പ്യൂട്ടുകൾ തുടങ്ങുന്ന കാലം തുടങ്ങി തന്നെ നടക്കുന്നുണ്ടെന്നും വിജയിക്കുന്നില്ലെങ്കിലും അത് ചില പറയുന്ന സന്നിഗ്ധാവസ്ഥകളിലെത്തി മുമ്പേ പറഞ്ഞ പോലെ കോട്ടയത്ത് അവസാന നിമിഷം എന്തുകൊണ്ടാണ് അവർ പോയെന്ന് എനിക്കറിയില്ല. പോയെന്ന് പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള അവൈദികരും വൈദികരും മെത്രാപ്പൊലീത്തമാരെ ഇങ്ങോട്ടെടുത്ത് ഒരു സമാധാനത്തിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഉള്ള ചോദ്യത്തിന് രണ്ടു തരം വശമുണ്ടായിരുന്നു. ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ആരുമായിട്ട് ചർച്ച ചെയ്യണം, എന്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം, അങ്ങനെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, കാരണം അവർക്ക് ഞാൻ പറഞ്ഞ ഓർഗനൈസേഷൻ. അപ്പൊ അത് ആരും ആയിട്ട് നടത്തുന്ന ഒരു കരാറിന് സാധുതയില്ല. രണ്ടാമത്തെ കാര്യം, എന്തടിസ്ഥാനത്തിൽ ചർച്ച നടത്തുന്നു? 34 ഭരണഘടന സഭയുടെ അടിസ്ഥാന നിയമമാണെന്ന് ഇന്ന് ശരിവെച്ചുകൊണ്ടുള്ള 2017, 2019, 1995 രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നൊരു വാക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വരാത്തിടത്തോളം കാലം ഒരു ചർച്ച അപ്ലൈ ചെയ്യുന്നു. എന്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ നോക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം മറ്റേ പ്രധാനമന്ത്രിക്ക് വേണ്ടി മിസോറാം ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു TV ഇന്റർവ്യൂവിലൂടെ പറഞ്ഞത് 2 കൂട്ടരോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രമാത്രം നമുക്കറിയാവുള്ളൂ. അതിന് നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരാൾക്ക് മാത്രം എടുക്കാൻ തീരുമാനമൊന്നുമില്ല. അതിന് വ്യവസ്ഥാപകമായ അതിൻ്റെ ബോഡികളുണ്ട്, ഉണ്ട്, അനേകമുണ്ട്. അവിടെയൊക്കെ ചർച്ച ചെയ്തൊന്നും അല്ലാതെ നമ്മുടെ ഒരു നയം വ്യക്തമാക്കാൻ പറ്റില്ല. അദ്ദേഹം ചോദ്യം എന്തടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ളത് നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ ഒരു അംഗീകരിച്ച് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം, സഭയിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കാതിരിക്കാതില്ല. അത് പത്രികീസ് പക്ഷത്തുള്ള പത്രികീസ് പക്ഷത്തുള്ളത് നല്ലതാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നെ മലങ്കര ഓർത്തഡോക്സ് സൂര്യനെ സഭയിൽ ചേർക്കണം, ഇവിടെ വന്ന് നിങ്ങൾ വികാരികൾ പോയി. ഇത് അക്രൈസ്തവനായിക്കൊണ്ട് മറ്റു സഭകളിൽപ്പെട്ടവരായിക്കൊണ്ട് ആരായാലും ഒരാൾ ഒന്ന് പറയാൻ പറ്റുകേല എന്ന് പറയാൻ നിങ്ങളുടെ വികാരിക്ക് സാധിക്കുകയില്ല. അത് സഭയുടെ എത്തിക്സും നിയമത്തിനും ചെയ്യും. പക്ഷേ അത്തരം നിബന്ധനകളുമില്ല. വിശ്വാസം പഠിക്കണം, ഞാൻ പഠിച്ചോളാം, പഠിച്ചു. പ്രാർത്ഥന പഠിക്കണം, ഞാൻ പഠിച്ചോളാം, പഠിച്ചു. ഇവിടെ ഇത് ചെയ്താൽ എല്ലാം അടയ്ക്കണം, എല്ലാം കൃത്യമായി പള്ളിയിൽ മാസവരി തരാം. ഇതെല്ലാം പറഞ്ഞു. ഇപ്പം ചില കേസുകളിൽ സത്യവാങ്മൂലം വേണം അവരുടെ ഇതിനെക്കുറിച്ച്, അതും തരാം. ഈ അപ്പോസ്തോലിക സഭകളിൽ നിന്ന് വന്നിട്ടുള്ളതിൽ
സഭകളിൽ ഈ റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും കൽദായ സഭയിൽ നിന്നും വരുന്ന ആൾക്ക് ഒരു കൂദാശയും ആവർത്തിക്കേണ്ടത്. അവരുടെ മാമോദിസായും വാലിഡാണ്, മുഴുവനും വാലിഡാണ്, അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണവും വാലിഡാണ്. മറ്റ് മർക്കോമ CSI അതുപോലുള്ള സഭകളിൽ നിന്ന് വരുന്നവർക്ക് മാമോദിസ രണ്ടാമതുണ്ട്. പെന്തിക്കോസ് പോലുള്ള സഭകളിൽ നിന്നാണ് മാമോദിസ. അപ്പം അത് അവരുടെ സ്റ്റാറ്റസ് തെളിയിക്കുന്ന രേഖ കൊണ്ടുവരാൻ വികാരിക്ക് ആവശ്യപ്പെടാം. റോമൻ കത്തോലിക്കാണെന്ന് പ്രൂഫ്. കാരണം നമുക്ക് ആവർത്തിക്കാൻ പറ്റാത്ത കൂദാശകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും ചെയ്ത് ഒരാളെ സഭയിൽ ചേർക്കാതിരിക്കാൻ പറ്റും. ചേർക്കാതിരുന്നാൽ ആ ആൾ കോടതിയിൽ പോയാൽ മറുപടി പറയും. ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ പള്ളിയുടെ സഭയിൽ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാമോ? ഒരു മറുപടിയും പറയാം. കോടതി വയ്ക്കുന്നതുകൊണ്ട് ചേർത്തില്ല. എന്ത് കാരണമാണ് പറയുന്നത്? ഇതൊക്കെയല്ലേ അടിസ്ഥാനം പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നതൊക്കെ പഠിച്ച് ഇന്നതൊക്കെ പാലിക്കുന്നവരെ എല്ലാം സഭാംഗങ്ങളായിരിക്കുന്നവരെ അത് തയ്യാറുള്ള സഭ ചേർക്കാതിരിക്കാൻ പറ്റുമോ? ഇനി അവരുടെ അച്ഛന്മാരോ മെത്രാന്മാരോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അടിസ്ഥാനം മുമ്പേ പറഞ്ഞ വെറുതെ ഇപ്പോഴും പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് 34 പറഞ്ഞാണ് അംഗീകരിക്കുന്നത് സത്യവാങ്മൂലം തന്നെ. ഇനി അവരുടെ അച്ഛന്മാരോ മെത്രാന്മാരോ വന്നാൽ ഈ പ്രോസസ് എല്ലാം നടത്തിയേ പറ്റുള്ളൂ. അതിന് ശേഷം അതുകൊണ്ട് തീർന്ന് അവസാനിക്കുന്നുണ്ട്. ഒരു അച്ഛനെ വരുന്നതിന് ഈ അച്ഛന് പട്ടത്വം, ഞാനത് പറയുന്നത് മറ്റ കക്ഷിയിൽ നിന്ന് മാത്രമല്ല മറ്റ് സഭകളിൽ നിന്ന് വരികയാണ്. അവിടെയും കൽദായ സഭയുടെയും റോമൻ കത്തോലിക്ക സഭയുടെയും പട്ടത്വം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കൽദായ സഭയിൽ നിന്ന് നമ്മുടെ സഭയിലേക്ക് വന്നാൽ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പട്ടവും രണ്ടാമത് കൊടുക്കുന്നില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് പറഞ്ഞാൽ കൂടുതൽ അച്ഛന്മാരിൽ പോകും. അപ്പം അവർക്കൊന്നും ഒരു പട്ടവും രണ്ടാമത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ പട്ടത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയാം ഇതിൻ്റെ പുറത്ത്. പക്ഷെ ആളെ എടുക്കാതിരിക്കുന്നില്ല. ഒരു മെത്രാൻ വന്നതല്ല ഈ പറയുന്ന അച്ഛന്മാരുടെ വരെയുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെത്രാൻ പട്ടം കിട്ടിയത് സ്ഥാപിക്കുന്നതിലൂടെ ആവശ്യപ്പെടാം. അതല്ലാതെ അവരെ സഭയിൽ എടുക്കുകയില്ല എന്ന് പറയാൻ സഭയ്ക്ക് സാധിക്കും. എനിക്ക് തോന്നുന്നില്ല സാധിക്കും നിയമപരമായി. എന്നാൽ ഇവര് ഈ വൈദിക സ്ഥാനങ്ങളുടെ സഭയിലേക്ക് കടന്നു വന്നാൽ അവർ വൈദിക സ്ഥാനങ്ങൾ തന്നെയാണ്. അവരച്ഛൻ തന്നെ അല്ലെ അവർ മെത്രാൻ തന്നെ. ഒരു തർക്കമില്ല. അവർക്ക് ശുഭഹോ പറയാം. അവർ ഒരു മെത്രാപോലിത്ത അങ്ങനെ ഒരു മെത്രാപോലിത്ത നിൽക്കുന്ന സമയത്ത് ഒരച്ഛൻ കുന്തിരിക്കിടാൻ പാടില്ല. അച്ഛൻ അങ്ങനെയൊക്കെ തന്നെ. കാരണം അദ്ദേഹത്തിന് പട്ടത്വം വാലിഡാണ്. പക്ഷെ അതും ഭരണവുമായിട്ട് വ്യത്യാസം. ഈ അച്ഛനെ മലങ്കര സഭയിലെ ഒരു ഭരണമുള്ള വൈദികനായിട്ട് അംഗീകരിക്കണമെന്ന് അതിന് ഭരണഘടന ചില വ്യവസ്ഥകൾ പറയുന്നു. ആ വൈദികന്റെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ പറയും. ഇതെല്ലാം പാലിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ അച്ഛന്മാരെ കുറിച്ച് അവരെ എടുക്കുന്നതിനെ കുറിച്ച് സഭയ്ക്ക് അതിന് ഒരു ചട്ടക്കൂടുണ്ടാക്കാം. അവർക്ക് ഭരണം കൊടുക്കുന്നത് മെത്രാന്മാരായി കഴിഞ്ഞാലും ഇതിനകത്ത് അടിസ്ഥാനപരമായ പ്രശ്നം മെത്രാപോലിത്തായിരിക്കും. എപ്പിസ്കോപ്പ സ്ഥാനം ഒരിക്കലും കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല. എപ്പിസ്കോപ്പ സഭ അത് എപ്പിസ്കോപ്പായിരിക്കും. പക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള ഭരണം വേണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ അസോസിയേഷൻ കൂടി പാസ്സാക്കി സുന്നതദോസ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ മലങ്കര സഭയിലെ ഭരണമുള്ള ഒരു എപ്പിസ്കോപ്പാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മലങ്കരയ്ക്ക് ആലോചന മര്യാദ കൊടുക്കണ്ടായെന്നുള്ള കാര്യം പോലും തീരുമാനിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ആ പട്ടത്വത്തെക്കുറിച്ച് മാത്രമാണ്. പട്ടത്വമായിട്ട് തന്നെ മറ്റേതായി വ്യക്തമായ നിയമപരമായ ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒരു വഴി അഴിവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു പൊതു പ്രശ്നമായതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ ഇതിനെതിരെ കോടതിയിൽ പോയി. ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം തിരിച്ച് ഒരു ആർക്കും കോടതിയിൽ പോയി. ഏത് സഭാംഗത്തിനും കോടതി പോയി. അപ്പോൾ ഇതിന് ഒരു ഇത് നോക്കുമ്പോഴേ ഈ പ്രക്രിയ ഒരു ഉൾക്കൊള്ളൽ പ്രക്രിയ ഒഴുപ്പിൻ്റെ പ്രക്രിയ നിസ്സാരമാണ്. എന്നാൽ അതിന് ചില ഈ പറയുന്നത് സാങ്കേതികമായ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം വിരോധനം വരണം, തലവ് വരണം, അത് കഴിഞ്ഞ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെയുള്ള കുറേ ചടങ്ങുകളുണ്ട്. അതല്ലാതെ ഓടിപ്പോയി സ്ഥാനാർത്ഥി ഇല്ല ഒരിക്കലും നിൽക്കുകയില്ല എന്നുള്ളത് പോലും ഈ പ്രൊസീജിയർ മുഴുവൻ കഴിഞ്ഞാലേ ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ.
ഇതാണ് അങ്ങനെ ഒരു നിയമപരമായ ഒരു പ്രശ്നം ഉണ്ട്. അല്ലെങ്കിൽ പട്ടത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആ സ്ഥാനത്ത് നിന്നുള്ളത് മുന്നോട്ട് വരുന്ന ഒരാളെ എടുക്കുകയില്ല എന്ന് പറയാൻ സഭയ്ക്ക് സാധിക്കുക. അതും ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണമില്ല. അതായത് നിയമദൃഷ്ടിയെ നിലനിൽക്കുന്ന ഒരു അംഗീകാരം എടുക്കാൻ സാധിക്കും. ഇന്ന കാരണമാണ്, അല്ലാതെ ഒരാളെ എടുക്കില്ല.